ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് ഇന്ന് 2 സിനിമയെക്കുറിച്ച് ചർച്ച ചെയ്യാം. 1996 റിലീസ് ചെയ്ത ഇന്ത്യനും 2005 റിലീസ് ചെയ്ത അന്യനും. രണ്ടും ശങ്കർ ഡയറക്റ്റ് ചെയ്ത മൂവിയാണ്, അറിയാലോ. അപ്പോൾ പുള്ളി തന്നെ ഒട്ടുമിക്ക സിനിമകളും പുള്ളി തന്നെയാണ് സ്റ്റോറി, സ്ക്രീൻ പ്ലേ, ഡയറക്ഷൻ. പക്ഷേ ഒരു കാര്യം എടുത്തു പറയാനുള്ളത്, ഈ ശങ്കർ ചെയ്ത സിനിമയിൽ ഡയലോഗ്സ് ഒക്കെ എഴുതിയിരിക്കുന്നത് സുജാത പറഞ്ഞിട്ടൊരു റൈറ്ററാണ്. പുള്ളിയുടെ ശരിക്കത്തെ പേര് എസ് രംഗരാജൻ എന്നാണ്. പുള്ളിക്കാണ് ഈ ശങ്കറിൻ്റെ ഒട്ടുമിക്ക മൂവീസിലും ഡയലോഗ്സും എഴുതിയിരിക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടെ റിസർച്ച് ചെയ്തപ്പോഴാണ് മനസ്സിലായത്, പുള്ളിയുടെ ഒരു റൈറ്റിംഗ് വെച്ചിട്ടാണ് ഈ ഇന്ദ്രൻ്റെ സ്റ്റോറി ശങ്കർ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. പക്ഷേ റീസെൻ്റ്ലി ഹി പാസ്ഡ് എവേ. സോ അത് കഴിഞ്ഞിട്ട് പിന്നെ ശങ്കർ ചെയ്ത മൂവീസ് എല്ലാം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഗ്രാഫ് താഴോട്ടാണ്. ലൈക്ക് ഇപ്പോൾ ആയിക്കോട്ടെ, ഇന്ദ്രൻ 2 ആയിക്കോട്ടെ, എല്ലാം ആ ഒരു സോള് നഷ്ടപ്പെട്ട പോലെ ഉള്ളൊരു ഫീലാണ് നമുക്ക് തന്നിരിക്കുന്നത്. അതായത് സിനിമയിൽ പണ്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ സിനിമയിലും ഇപ്പോൾ ജെന്റിൽമാൻ, കാതലൻ, ഇന്ത്യൻ, അന്യൻ, ഇതിനൊക്കെ വേറെ ലെവൽ സാധനമായിരുന്നു. അപ്പോൾ ആ ഒരു സോള് മിസ്സിങ് ആയിരുന്നു. അതിൽ തീം നോക്കുമ്പോൾ അന്യനിലായിക്കോട്ടെ, അത് ലക്ഷ്യബോധം ഇല്ലായ്മ. അതായത് ഇപ്പോൾ നാട്ടിൽ നടക്കണ ഈ അലക്ഷ്യമായിട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ ലൈക്ക് ആ ഒരു കള്ളുകുടിയനായിക്കോട്ടെ, കൊച്ചിൻ ഹനീഫ് ചെയ്ത ആ ഒരു വണ്ടി നിർത്താണ്ട് പോയ, അങ്ങനെ ഒത്തിരി ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ. അപ്പം അങ്ങനെയുള്ള അലക്ഷ്യമായിട്ടുള്ള ക്യാരക്ടേഴ്സിനെതിരെയായിരുന്നു അന്യൻ ഫൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ രണ്ടിൽ നോക്കുകയാണെങ്കിൽ ഇതിൽ 2 ഇൻവെസ്റ്റിഗേഷൻ ഓഫീസേഴ്സ് ഉണ്ട്. അന്യനിൽ വന്നിട്ട് അത് ചെയ്തിരിക്കുന്നത് പ്രകാശ് രാജാണ്. പുള്ളി എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഫേക്ക് ആയിട്ടുള്ള ഒരു ഗെറ്റപ്പ് ഉണ്ടാക്കും. ഫേക്ക് ആയിട്ടുള്ള ഗെറ്റപ്പ് ഉണ്ടാക്കിയിട്ട് നമ്മുടെ അന്യൻ്റെ വീട്ടിൽ പോയിട്ട് കോമ്പറ്റീഷൻ ഉണ്ട്, അതിൽ ജയിക്കണമെങ്കിൽ നിങ്ങൾ കുറച്ച് ആൻസേഴ്സ് പറഞ്ഞു തരണം പറഞ്ഞിട്ട് ഈ ഗരുഡ പുരാണത്തിലുള്ള പണിഷ്മെൻറ്റിനെ കുറിച്ചൊക്കെ പ്രകാശ് രാജ അറിയും. എന്നിട്ട് എന്തോ വിൻ ചെയ്ത് സാംസങ് കളർ ടി വി ഒക്കെ കിട്ടും പറഞ്ഞിട്ട് പറയാം. അവിടെ നമ്മുടെ വിക്രമിൻ്റെ ഫാദർ, അതായത് അന്യൻ്റെ ഫാദർ ചെയ്തിരിക്കുന്നത് നെടുമുടി വേണു. പക്ഷേ ഇന്ത്യയിൽ വരുമ്പോൾ നെടുമുടി വേണു പോലീസ് ഓഫീസറാണ്. അതിലും സീനുണ്ട്. അതായത് ഫേക്കായിട്ട് മറ്റേ ഇന്ത്യൻ്റെ വീട്ടിൽ പോവും. അപ്പോൾ അവിടെ ഇന്ത്യൻ്റെ ഭാര്യയായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ അവിടെ പോയിട്ട് പറയും, ഞാനിങ്ങനെ നിങ്ങളുടെ ഹസ്ബൻഡിൻ്റെ കൂടെ സ്വാതന്ത്ര്യ സമരത്തിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്, അപ്പോൾ എനിക്ക് താമരപ്പെട്ടി പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ട്, അതിൽ അത് വേണം. അത് വേണമെങ്കിൽ എനിക്കിപ്പോൾ ഒരു 4 ആൾക്കാരുടെ സൈന് വേണം, അതിൽ 2 പേരുടെ സൈൻ ഉണ്ട്, ഇനി സേനാധിപതിൻ്റെ കൂടെ സൈൻ വേണം പറഞ്ഞിട്ട് പറയും. പക്ഷേ ഇതിൽ ഈ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യനിലെ ആൾക്ക് നെടുമുടി വേണു പോലീസ് ഓഫീസറാണെന്ന് അറിയും, പക്ഷെ അന്യൻ്റെ അറിയത്തില്ല. ആ ഒരു ഡിഫറൻസ് ഉണ്ട്. പിന്നെ നമ്മൾ അടുത്ത് നോക്കുകയാണെങ്കിൽ ഫ്ലാഷ് ബാക്ക്. അതായത് ഈ ക്യാരക്ടേഴ്സ് എങ്ങനെ റെബലായി, ആ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടല്ലോ, അത് രണ്ടുപേരുടെയും ഫ്ലാഷ് ബാക്കിലാണ് ഉള്ളത്. ഇന്ത്യനിൽ വന്നിട്ട് മകളായിരുന്നു മരിച്ചതെങ്കിൽ അന്യൻ്റെ സിസ്റ്റർ ആയിരുന്നു മരിച്ചത്. അത് രണ്ടും ഇന്ത്യനിൽ വന്നിട്ട് നാച്ചുറൽ ഡെത്ത് ആയിരുന്നു. പക്ഷെ അവിടെ ഡോക്ടർ അലക്ഷ്യമായിരുന്നു, പുള്ളിക്ക് കൈക്കൂലി വേണം. നേരെ മറിച്ച് അന്യനിലാണെങ്കിൽ അത് ഒരു ഷോക്കായിട്ട് വെള്ളത്തിൽ വീണിട്ട് അവിടെ ഷോക്ക്. അത് KSEBക്കാർ മീൻസ് അവരിൻ്റെ അലക്ഷ്യമായതുകൊണ്ടാണ് മരിച്ചത്. അതായത് സീന് സെയിം ആണ്, പക്ഷേ എക്സിക്യൂഷൻ മാത്രം കുറച്ച് ഡിഫറെൻ്റ് ആയിരുന്നു. ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ മീഡിയ കൺഫ്യൂഷൻ ഉണ്ട്. അന്യനിൽ വന്നിട്ട് നമ്മുടെ നെഹ്റു സ്റ്റേഡിയത്തിൽ അന്യൻ വന്നിട്ട് എല്ലാം അതായത് എന്താണ്, ഞാനാണ് ചെയ്തത്, അതായത് ഇവിടെയുള്ള നടക്കുന്ന എല്ലാ കാര്യങ്ങളും അല്ല, ആൾക്കാർ എത്രത്തോളം അലക്ഷ്യമായിരുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിളിച്ചു പറയും. പക്ഷെ ഇന്ത്യനിൽ വന്നിട്ട് നേരെ ഈ ഡോക്ടറിനെ പിടിച്ചിട്ട് ഒരു TV സ്റ്റുഡിയോയിൽ പോയിട്ട് റെക്കോർഡ് ചെയ്ത് മീഡിയയിൽ പബ്ലിഷ് ചെയ്യണം. രണ്ടും ഏകദേശം സിമിലർ. പിന്നെ രണ്ടിലും അതായത് ഈ റബലിൻ്റെ അന്യനായാലും സേനാധിപതിയായാലും അടുത്തൊരു റിലേറ്റീവ് സ്വന്തം മകനെ കൊല്ലണമാണ് ഇന്ത്യനിൽ കാണിക്കുന്നത്. പക്ഷെ അന്യനിൽ വരികയാണെങ്കിൽ അന്യൻ്റെ ലവർ, അതായത് സദാ ചെയ്യുന്ന ക്യാരക്ടറിനെ റെമോ ഇവർ തമ്മിലിരിക്കുമ്പോൾ പെട്ടെന്ന് അന്യനായിട്ട് വരും. അതായത് ഈ സദ ചെയ്യണ ക്യാരക്ടർ പുള്ളിക്കാരത്തി എന്തോ ടാക്സ് അടച്ചിട്ടില്ല പറഞ്ഞിട്ട് പറഞ്ഞപ്പോൾ ആ റെമോ അന്യനായിട്ട് അവരുടെ കൊല്ലാൻ നോക്കും. അപ്പോൾ അതിൽ രണ്ടിലും ആ ഒരു അടുത്ത റിലേറ്റീവിനെ കൊല്ലണ ആ ഒരു സീക്വൻസ് എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ രണ്ടിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ടോട്ടലായിട്ട് 6 കൊലകളാണ് ഉള്ളത്. പിന്നെ 2 സിനിമയിൽ നമ്മൾ ആ ടെമ്പിൾ ടവർ ബിൽഡിംഗ് ഉണ്ട്,
അത് കാണിച്ചു പോകുന്നുണ്ട്. പിന്നെ അത് കാതലൻ എന്ന് പറഞ്ഞ സിനിമയിലും കാണിച്ചിട്ടുണ്ട്. അവസാനം നമ്മൾ ക്ലൈമാക്സിലേക്ക് വരികയാണെങ്കിൽ ഇന്ത്യൻ ആ മകനെ കൊന്നിട്ട് രക്ഷപ്പെടും. വേറെ ഫോറിൻ കൺട്രിയിൽ പോയിട്ട് ജീവിക്കും. നേരെ മറിച്ച് അന്യനിലായിക്കോട്ടെ പുള്ളിക്കാരത്തെ ആ ഒരു റിട്രീറ്റ്മെൻറ്റ് സെൻറ്ററിൽ നിന്ന് വന്നിട്ട് എല്ലാം മാറി എന്ന് പറഞ്ഞാൽ അമ്പിയായിട്ട് തന്നെ ജീവിക്കും. പക്ഷേ സ്റ്റിൽ പുള്ളിയുടെ അകത്ത് അന്യനുണ്ട്. അത് നമുക്ക് അവസാനം കാണിച്ചു തരാം. അപ്പോൾ രണ്ടിലും റബൽ ക്യാരക്ടർ മരിക്കുന്നില്ല. ഇതൊക്കെയാണ് ഞാൻ കണ്ടെത്തിയിരിക്കുന്ന സിമിലാരിറ്റീസ്. ഹോപ്പ് യു എൻജോയ്ഡ് ഇറ്റ്.